പ്രിയമുള്ളവരെ, ഇറാൻ ഇസ്രയേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിരീക്ഷണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലും പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ കൂടെ ചരിത്രപരമാണ്. പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ നമ്മൾ കേൾക്കുന്നൊരു പദമാണ് അധിനിവേശം നടത്തുക. ഒരു രാജ്യം തങ്ങളുടേതല്ലാത്തൊരു സ്ഥലത്തെ പിടിച്ചെടുത്ത് അവിടെ ആധിപത്യം സ്ഥാപിക്കുക, ഇതാണ് അധിനിവേശം. അതിന് ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ മോഹങ്ങളെ നമ്മൾ ഉദാഹരണം പറയാറുണ്ട്. അമേരിക്ക ചില സ്ഥലങ്ങളെ കാൽക്കീഴാക്കി അവരുടെ കച്ചവട താല്പര്യങ്ങൾക്ക് ഉപയോഗിച്ചത് കാരണം പറയാറുണ്ട്. അങ്ങനെ പലതരത്തിൽ വലിയ രാജ്യങ്ങൾ, അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളെയോ അല്പം അകലെയാണെങ്കിലും അതിൻ്റെ വാണിജ്യപരമായ ചില സവിശേഷതകളോ കടൽ തീരം, അങ്ങനെ ജോഗ്രഫിക്കലായ ചില സാധ്യതകളോ മുൻനിർത്തിക്കൊണ്ട് അധിനിവേശം നടത്താറുണ്ട്. പക്ഷേ ഈ അധിനിവേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവരും കൃത്യമായി ഓർക്കുന്നത് ഒന്നിൽ ബ്രിട്ടൻ നടത്തിയ, അല്ലെങ്കിൽ അമേരിക്ക നടത്തിയ, അതല്ലെങ്കിൽ ഇസ്രയേൽ തിരിച്ച് അവരുടെ രാജ്യത്ത് ചെന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ഒതുക്കും. ഇടത് ബുദ്ധിജീവികളും അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളും ഇവിടെ ഈ അധിനിവേശം ഒതുക്കുമ്പോൾ ലോകത്തേറ്റവും ശക്തമായ അധിനിവേശം നടത്തിയ ഒരു വിഭാഗം ഇസ്ലാം തന്നെയാണ്. ഇസ്രയേൽ 1919 ഒന്നാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ തിരികെ തുർക്കിക്ക് വിധേയപ്പെട്ട് കിടന്ന ഈ രാജ്യത്തേക്ക് ചെന്നതും 1948 സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നതും കണക്കിലെടുത്തുകൊണ്ട് ഇസ്രയേൽ വെറുക്കപ്പെടേണ്ട ഒരു രാജ്യമാണെന്നും അവർ ചെയ്തത് ശരിയായില്ല എന്നും കൃത്യം പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും നിരീക്ഷകർ രംഗത്ത് വരുന്നത്. എന്നാൽ ഇവർ ചരിത്രവും വർത്തമാനവും പറയുമ്പോൾ വർത്തമാനത്തിൽ മാത്രം കാര്യങ്ങൾ ഒതുക്കുകയാണ്. ഭൂതകാലത്തെപ്പറ്റി കാര്യമായി പറയാൻ ആഗ്രഹിക്കാറില്ല, അങ്ങോട്ട് പോകാറുമില്ല. ഇനി നമുക്ക് മറ്റൊന്നെടുക്കാം. അധിനിവേശമല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഏതാണ്ട് 613 രൂപപ്പെട്ടു വന്ന ഇസ്ലാം മതം, അത് 6, 7, 8 നൂറ്റാണ്ടുകളിലൊക്കെ എങ്ങനെ ഏതാണ്ട് 10-ാം നൂറ്റാണ്ടെത്തുമ്പോൾ അതിശക്തമായ ഒരു സംവിധാനമായി അടുത്തടുത്ത് കിടന്ന അറേബ്യൻ രാജ്യങ്ങളെയൊക്കെ പിടിച്ച് കൽക്കീഴാക്കി നമ്മുടെ ഇന്ത്യ വരെ വന്നത് എങ്ങനെയാണ്? ഇതിനെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? അപ്പോഴൊക്കെ പറയുന്നത് ഇന്ത്യയിലേക്കൊക്കെ വന്ന ഈ രാജാക്കന്മാർ അങ്ങനെ അധിനിവേശം നടത്തിയില്ല, അവരങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇന്ത്യയുടെ സ്ഥിതി എന്നൊക്കെ ഉള്ളൊരു നിലയിലാണ്. എന്നാൽ വാസ്തവം അതല്ല. അതിനൊരു ഉദാഹരണമാണ് ഇറാൻ എന്ന ഈ രാജ്യം. ഇറാനിൽ മുഹമ്മദിൻ്റെ വാത്സല്യ ശിഷ്യനായിരുന്ന, അനുഗാമിയായിരുന്ന ഉമറിൻ്റെ കാലത്താണ് ഏതാണ്ട് 630കളിൽ, AD 630കളിൽ പതുക്കെ ഇസ്ലാമിക സാന്നിധ്യം ഉണ്ടാകുന്നത്. അതുവരെ ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത അത് പേർഷ്യ എന്നറിയപ്പെട്ട സ്ഥലമാണ്. ഈ പേർഷ്യ ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു രാജ്യവും, ഒരു കാലത്ത് എത്യോപ്യൻ മുനമ്പുകൾ മുതൽ ഇവിടെ ഇന്ത്യ വരെ വ്യാപിച്ചു കിടന്ന, ഇന്ത്യയുടെ ഏതാണ്ട് ഉത്തരേന്ത്യൻ ഭാഗങ്ങൾ പല ഭാഗവും പിടിച്ചെടുത്ത് അവിടെ വരെ നീണ്ടു കിടന്ന ഒരു സാമ്രാജ്യമായിരുന്നു. ബൈബിളിൽ അതിനൊരു തെളിവുണ്ട്. എസ്തേറിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലും 8-ന്റെ 9-ലും ഹൊദു ദേശം എന്നൊരു പ്രയോഗമുണ്ട്. ഈ ഹൊദു എന്നൊരു എബ്രായ പ്രയോഗമാണ്. അത് ഇനി ഹിന്ദു ദേശമെന്നുള്ള, അല്ലെ ഇൻഡസ് എന്നൊക്കെ പറയുന്ന ആ ദേശത്തെക്കുറിച്ചുള്ള ലിപ്യന്തരീകരണമായിരിക്കണം. അപ്പോൾ അത് ഇംഗ്ലീഷ് ബൈബിൾ എടുത്താൽ ഇന്ത്യ ടു എത്യോപ്യ, ഇന്ത്യ മുതൽ എത്യോപ്യ വരെ ഭരിച്ച അഹശ്വാരോസ് രാജാവ് എന്ന ഒരു വ്യക്തിയെ കാണുന്നു. ഇങ്ങനെ വിശാലമായി കിടന്ന ഈ സാമ്രാജ്യത്തിൽ ഒരു മതമുണ്ടായിരുന്നു. അതിനെ പാർസികളുടെ മതം അഥവാ പേർഷ്യൻ മതം എന്ന് വിളിച്ചിരുന്നു. സെന്തവസ്ഥയാണ് അവരുടെ മതഗ്രന്ഥം. ആ മതത്തിലെ ദേവൻ നമ്മുടെ രാജ്യത്തിലെ ആളുകൾ സൂര്യദേവന് സമാനമായി സങ്കല്പിച്ചു പോരുന്ന അഹൂരമസ്ദയാണ്. അഹുര എന്ന് ചുരുക്കപ്പേര് പറയും. ഈ അഹൂരമസ്ദ വെളിച്ചത്തിൻ്റെ ദേവനാണ്. എതിരാളിയായി അവർ അഹ്രിമാൻ എന്ന ഇരുട്ടിൻ്റെ ദേവനെയും കണ്ടു. ഇരുളും വെളിച്ചവും തമ്മിലുള്ള സംഘർഷമായി അവർ ദൈനംദിന ജീവിതത്തെയും ലോകത്തെയും കണ്ടു. വെളിച്ചത്തിൻ്റെ എല്ലാ പ്രതിഫലനങ്ങളും ദൈവസാന്നിധ്യമായും ഇരുളിൻ്റെ സാന്നിധ്യം
പൈശാചികമായ ഒന്നായും കണ്ടു. അപ്പോൾ തമോ ഗുണ പ്രാധാന്യമുള്ള അഹ്രിമാനും ഈ വെളിച്ചത്തിൻ്റെ ദേവനായ അഹൂരമസ്തയും തമ്മിലുള്ള സംഘർഷം, നന്മയും തിന്മയുമുള്ള തമ്മിലുള്ള സംഘർഷമായിട്ടുമൊക്കെ കാലം വ്യാഖ്യാനിച്ചു. ബൈബിളിൽ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പരാമർശങ്ങളുണ്ട്. ഞാനീ പറഞ്ഞ എസ്തേറിൻ്റെ പുസ്തകം രൂപപ്പെടുന്നത് തന്നെ പേർഷ്യൻ കാലഘട്ടത്തിലാണ്. പേർഷ്യൻ രാജാക്കന്മാരുടെ ശൈത്യകാല രാജധാനി ശൂഷൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ഈ ശുഷാൻ രാജധാനിയിൽ ഇരുന്നു കൊണ്ടാണ് എസ്തേർ ഭരണം നിർവഹിക്കുന്നത്, അല്ലെങ്കിൽ ഭരണകാര്യങ്ങളിൽ രാജ്ഞിയായി രാജാവിനൊപ്പം നിൽക്കുന്നത്. അതുപോലെ മോർദെക്കായി എന്ന പേരുള്ള പ്രമുഖനായ വ്യക്തി, അപ്പോൾ അദ്ദേഹം അവിടെയായിരുന്നു. ഇന്ന് ഈ ബോംബ് വർഷമൊക്കെ നടക്കുമ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇവിടെ ഇരുന്ന് ഉപവസിച്ച മോർദെക്കായി ഓർമ്മ വരികയാണ്. അന്നും ജൂതനെ നശിപ്പിക്കുക എന്നുള്ള വലിയൊരു താല്പര്യമെടുത്തുകൊണ്ട് അവർക്കെതിരെ പടനയിച്ച ഒരു പേർഷ്യക്കാരനായിരുന്നു ഈ ഹാമാൻ എന്ന് പറയുന്നത്. മോർദെക്കായിലൂടെ എസ്തേറിലൂടെ അവർ നേടിയെടുത്ത ചില വിജയങ്ങളുണ്ട്. അതിൻ്റെ ഓർമ്മപ്പെരുന്നാളുകൾ ഇന്നും ഇസ്രയേൽ ആചരിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് ഇതിൻ്റെ ഒരു ഭൂതകാല ചരിത്രം എന്ന് പറയാനാണ്. പക്ഷെ പൊതുവെടുത്താൽ ഈ മജൗസികൾ എന്ന് ഇസ്ലാമിൽ വിളിക്കുന്ന, പേർഷ്യക്കാരെന്ന് ലോകം വിളിക്കുന്ന, പാർസികളെന്ന് പറയാവുന്ന ഈ ആളുകൾ പൊതുവെ മര്യാദക്കാരാണ്. ഇന്നും അവർ നല്ല വ്യാപാരികളും സമ്പന്നരായ ആളുകളുമാണ്. യു കെയിലൊക്കെ ധാരാളം മജൗസികളുണ്ട്. അവരുടെ മതം ഞാൻ പറഞ്ഞ പോലെ പാർസിയാണ്. അതിൻ്റെ മത സ്ഥാപകൻ്റെ പേര് സൗരാഷ്ട്രർ എന്നാണ്. അതുകൊണ്ട് സൗരാഷ്ട്ര മതം എന്നും അതിനെ വിളിക്കും. ഈ സൗരാഷ്ട്ര മതത്തിൽ ഏകദൈവ സങ്കല്പമുണ്ട്. രസകരങ്ങളായ ഒത്തിരി വിശ്വാസങ്ങൾ അവർക്കുണ്ട്. അവരുടെ ഫ്യൂണറൽ ശവസംസ്കാരം വളരെ ശ്രദ്ധേയമാണ്. മരിച്ചു കഴിഞ്ഞ മനുഷ്യൻ്റെ ശരീരം അവർ കുഴിയെടുത്തടക്കുന്ന പതിവില്ല. മറിച്ച് ഒരു പ്രത്യേക ഗോപുരത്തിൽ കൊണ്ടുവന്ന് ഒരു മണിക്കിണറിനുള്ളിൽ ഇത് വീഴാൻ പാകത്തിന് സൗകര്യമുണ്ടാക്കി ആ ബോഡി അവിടെ വെച്ചിട്ട് പോരുകയാണ്. അവരുടെ പഠനമനുസരിച്ച് ഈ മരിച്ചുപോയവരുടെ മാംസം ആകാശത്തിലെ പറവകൾ ആഹാരമായി കിട്ടണം എന്നൊക്കെയാണ്. അപ്പോൾ ഇന്നും നമ്മുടെ ഇന്ത്യയിൽ മുംബൈയിലുമൊക്കെ ഈ പാർസികളുടെ മത ആചാര കേന്ദ്രങ്ങളും ഒക്കെ ഉണ്ട്. നമ്മുടെ രത്തൻ ടാറ്റ ഒരു പാർസിയാണ്. അറിയാനായി ഞാൻ ഇത്രയും പറഞ്ഞേ ഉള്ളൂ. മതന്യൂനപക്ഷങ്ങൾ എന്ന പേരിൽ ഭരണഘടന മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കുമൊക്കെ ഒപ്പം പാർസികളെയും ഇന്ത്യയിൽ പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ പാർസികളെപ്പറ്റി ഇത്ര അറിയേണ്ടതിന് പറഞ്ഞതാണ്. ഈ പാർസികളുടെ രാജ്യത്തിലേക്ക് ഈ ഖലീഫ ഉമർ കയറി ചെല്ലുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സേന കയറി ചെല്ലുകയാണ്. ഇവിടെയൊക്കെ പിടിച്ചെടുക്കുകയാണ്. പിടിച്ചെടുത്തിട്ട് നിർബന്ധിതമായി ഇവരെ മതത്തിൽ ചേർക്കുകയാണ്. ടേക്ക് ഇസ്ലാം ഓർ ടേക്ക് സോഡ്, ഒന്നിൽ നിങ്ങൾ മതം സ്വീകരിക്കണം അല്ലെങ്കിൽ വാളിനിരയാകണം. ഇതായിരുന്നു ഉമറിൻ്റെ ഒരു താല്പര്യം. ഉമറിൻ്റെ ഇസ്ലാമിക ചരിത്രത്തിലെ ഭീകരനായൊരു ഭരണാധികാരിയാണ് ഉമർ. വാഴ്ത്തിപ്പാടുന്ന ഉമർ ഇത്രയും കിരാതമായി എത്രയോ മനുഷ്യരെ കൊന്നൊടുക്കിയ ആളാണ്. അപ്പോൾ ഉമർ ഖലീഫയ്ക്ക് ശേഷം പിന്നെ അത് ആ കാലത്ത് വേറൊരു ശ്രദ്ധേയമായ കാര്യം കൂടെ കാണാം. അവിടെ മറ്റൊരു ക്രിസ്തീയ സമൂഹം എന്ന് വേണമെങ്കിൽ പറയാവുന്ന, അപ്പോൾ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ഏതെങ്കിലും വിഭാഗങ്ങൾ ക്രൈസ്തവരായി ഉൾക്കൊള്ളാത്ത ഒരു ഗ്രൂപ്പ് ആളുകളുണ്ടായിരുന്നു. മാനിക്കയനിസ്റ്റുകളുടെ സ്ഥലം കൂടിയായിരുന്നു പേർഷ്യ. പേർഷ്യക്കാരനായിരുന്ന മാനി ക്രിസ്തുവിന് ഒരു 300 കൊല്ലങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു ക്രിസ്തീയ സന്യാസിയായി ജീവിതം ആരംഭിച്ചു. അദ്ദേഹം ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അനുഗാമികളോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയ കാര്യം, യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിൻ്റെ മഹിമയുടെ വലത്തുഭാഗത്ത് നിന്ന് ഒരു മനുഷ്യരൂപത്തിൽ വന്ന് കന്യകാമറിയമിൽ ജനിച്ചു. അങ്ങനെ യേശു ജനിച്ചു. അപ്പോൾ ത്രിയേകത്വത്തിൽ ഒരുവനായ യേശു വന്ന് ശരീരമെടുത്ത് നമ്മുടെ ഇടയിൽ പാർത്ത പോലെ പരിശുദ്ധാത്മാവ് ഒരു ശരീരമെടുത്തു വന്നു. ആ പരിശുദ്ധാത്മാവ് എടുത്തു വന്ന ശരീരം താൻ തന്നെയാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മാനി ഹോളി സ്പിരിറ്റാണ്, പാരാകലീറ്റയാണ്, അല്ലെങ്കിൽ പാരാക്ലീറ്റോസാണ്. അപ്പോൾ പാരാക്ലീറ്റോസ് അഥവാ ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവ് താൻ തന്നെയാണ്. അങ്ങനെ മാനി ഒരു ക്രൈസ്തവമാണോ എന്ന് ചോദിച്ചാലല്ല, ഇതര ക്രൈസ്തവർക്ക് ഒട്ടും സ്വീകരിക്കാൻ കഴിയാത്ത ഒരു ആധ്യാത്മികതയ്ക്ക് അവിടെ രൂപം കൊടുക്കുകയാണ്. ഇവരെയാണ് മാനിക്കയനിസ്റ്റുകൾ എന്ന് ചരിത്രത്തിൽ പറയുക. ഈ മാനിക്കയനിസ്റ്റുകൾ ഈ മുസ്ലിം അവിടേക്ക് കയറി വന്ന ഉമറിൻ്റെ അനുഗാമികളായ മുസ്ലിങ്ങളുമായി നല്ല സംഘർഷത്തിലേർപ്പെട്ടു.
പക്ഷേ മാനികൾ യുദ്ധം ചെയ്യാനൊന്നും പോകുന്ന ആളല്ല, സന്യാസ സ്വഭാവമുള്ള ഒരു മതമാണ്. അപ്പോൾ ഇവർ പൊതുവെ സമാധാനശീലരോ ഒക്കെയാണ്. കുറേ ഇങ്ങനെ എല്ലാ മതത്തിലെയും ചില ആളുകൾ ആദ്യത്വം പറയുന്നത് പോലെ പറയും എന്നതിനപ്പുറത്ത് അവർ ദോഷകാരികളൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവരോട് നല്ല താല്പര്യത്തിലാണ് പാർസികൾ ജീവിച്ചു വന്നത്, നല്ല സൗഹൃദത്തിലാണ്. പക്ഷെ അവരാദ്യം തുരത്തിയത് ഈ മാനിക്കേനിസ്റ്റുകളെയാണ്. ആ മാനിക്കേനിസ്റ്റുകൾ വല്ലാത്ത പീഡയിൽ അവിടുന്ന് ചാടി രക്ഷപ്പെട്ടു വന്ന സ്ഥലങ്ങളിലൊന്ന് നമ്മുടെ കേരളമാണ്. ആ മാനിക്കേനിസ്റ്റുകൾ ഒരു ക്രൈസ്തവ രൂപമായി നമ്മുടെ ഇടയിൽ ഇന്നുകൊണ്ട് വേറെ പേരിലുമൊക്കെയാണ്. ഞാനതിപ്പോൾ പറയുന്നില്ല, നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. മാനിക്കേനിസ്റ്റുകൾ പേരും വിലാസമൊക്കെ മാറി മറ്റൊരു രൂപത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു നല്ല മതസമൂഹമായിട്ട്, ക്രൈസ്തവ മതസമൂഹമായിട്ട് പോകുന്നുണ്ട്. മാനിയൊന്നുമല്ല ആരാധിക്കുന്നത്, ചെറിയ ചില വ്യത്യാസങ്ങൾ ഒക്കെ അവരുടെ ആചാരങ്ങളിലുണ്ട്. മറ്റിതര ക്രൈസ്തവരോടൊന്നും അങ്ങനെ ലയിച്ചു ചേരാതെ ഒരു സൂക്ഷ്മ ന്യൂനപക്ഷമായി നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ ഈ മാനിക്കേനിസ്റ്റുകളെ ഒന്ന് ഓർക്കാൻ വേണ്ടി പറയാം. അവരുടെ ഈ കുരിശ് ഇന്ന് മിക്ക ക്രിസ്തീയ പള്ളികളും അവരുടെ സ്വാധീനത്താൽ ഈ മാനിക്കേൻ കുരിശ് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെയാണ് എന്ന് പറയാം. ആ കുരിശ് കണ്ടുപിടിക്കാനുള്ള വഴി, അവരുടെ കുരിശ് ഈ ക്ലാവർ പോലെ ഒരു ചിഹ്നമാണ്. ഇതിനകത്ത് ഒരു പ്രാവ് തലകീഴായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. നമ്മുടെ ഈ കാക്ക കരണ്ട് അടിച്ചിട്ട് കരണ്ട് കമ്പിയും താഴേക്ക് കിടക്കുന്ന പോലെ ഒരു പ്രാവ്. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്, പ്രാവാണിവിടെ. അപ്പം അത് മാനി വന്നിട്ട് ഈ മാനി പരിശുദ്ധാത്മാവായി ആ സാന്നിധ്യം ഇറങ്ങി എന്ന് കാണിക്കാനാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ള മാനിയിലേക്ക് പരിശുദ്ധാത്മാവ് പ്രാവുന്ന രൂപത്തിൽ വന്നിറങ്ങി, അത് അദ്ദേഹം തന്നെയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതറിയാതെയാണ്, അറിഞ്ഞോ അറിയാതെയാണോ, ഇത് മാനിക്കേൻ കുരിശ് എടുത്ത് നമ്മളുടെ തിരുമേനിമാരുമൊക്കെ അണിയുന്ന ഒരു പതിവുണ്ട്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഞാനൊരു സമസ്യ പൂരിപ്പിക്കാൻ തന്നിട്ടുണ്ട്. ആരാണ് ഈ മാനിക്കേനിസ്റ്റുകളായ കേരളത്തിലുള്ള ക്രൈസ്തവർ? കേരളത്തിലുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതെങ്ങനെയാണ് ഇവർക്ക് വരാൻ പറ്റിയെന്ന് ചോദിച്ചാൽ, ആ മുസ്ലിം പീഡ ശക്തിപ്പെട്ടപ്പോൾ ജീവിക്കാൻ വയ്യാത്ത പരിസ്ഥിതി അവിടെ സംജാതമായി. അപ്പോൾ ഇവിടുത്തെ ഒരു കാലക്കണക്കിൻ്റെ പ്രശ്നമുണ്ട്. 300 കൊല്ലം മുമ്പല്ലേ ഈ മാനി ജീവിച്ചിരുന്നത്? ശരിയാണ്, ഇസ്ലാമിനും 300 കൊല്ലം മുമ്പാണ്. പക്ഷേ ഇവരുടെ പിൻഗാമികൾ വളർന്ന് ഈ മതം ശക്തമായപ്പോൾ മാനിക്കേനിസ്റ്റുകൾ അവിടെ ഉള്ളപ്പോൾ ഈ ഖലീഫ ഉമറും കൂട്ടരും ഇവിടെ പിടിച്ചെടുക്കുമ്പോൾ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ വയ്യാത്ത പരിസ്ഥിതി സംജാതമാകാൻ കാരണമുണ്ട്. കാരണം ഇസ്ലാമിക വീക്ഷണം അനുസരിച്ച് മുഹമ്മദാണ് ഈസ പ്രവചിച്ച പാരാക്ലീറ്റോസ് അഥവാ പരിശുദ്ധാത്മാവ്. ഇത് മുഹമ്മദ് എവിടെയെങ്കിലും പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ ദാവക്കാർ മുസ്ലിം വ്യാഖ്യാനമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് താഴെ ഇട്ടാൽ മതി, മുഹമ്മദ് എവിടെയാണ് ഇങ്ങനെ ഒരിക്കലെങ്കിലും പറഞ്ഞിരിക്കുന്നത്. തന്നെക്കുറിച്ച് ഈസാ നബി ഇങ്ങനെ പ്രവചിച്ചിട്ടുണ്ട്, തനിക്ക് ശേഷം ഒരു കാര്യസ്ഥൻ വരും. ഞങ്ങളുടെ ചർച്ചകളിലൊക്കെ ഞാൻ ചോദിക്കാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ പിന്നെ അത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. ക്രിസ്ത്യാനിറ്റിക്ക് അതിനെപ്പറ്റി നല്ല ഉത്തരവുണ്ടല്ലോ. അപ്പോൾ ആ ഉത്തരത്തെ വെട്ടുന്ന ആളുകൾ, അത് പ്രസക്തമല്ലെന്ന് പറയുന്ന ആളുകൾ ഒരാളെ കൊണ്ട് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ആളിന് ഇങ്ങനെ ഒരു ക്ലെയിം ഇല്ല. അള്ളാഹു അങ്ങനെ പറയുകയോ ഖുറാനിൽ എവിടെയെങ്കിലും എഴുതുകയോ ചെയ്തായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ ഇതെവിടെയാണ്? അല്ലെങ്കിൽ ചെയിൻ ഓഫ് നറേഷൻ കറക്റ്റുള്ള സ്വഹീഹായ ഹദീസുകളിൽ എവിടെയെങ്കിലും ഈ മുഹമ്മദ് പ്രവചിച്ച, ഈസാ പ്രവചിച്ച പാരാക്ലീറ്റോസ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മുഹമ്മദാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരത് വിശ്വസിക്കുന്നു. ആ വിശ്വാസം മുൻനിർത്തിയപ്പോൾ ഇപ്പുറത്ത് തന്നെ മാനിയുടെ അനുഗാമികളും പറയുന്നു, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ മാനിയിലാണ് കണ്ടത്. ഈ രണ്ട് ചിന്തകൾ വന്നപ്പോൾ ഒരേ സമയത്ത് അങ്ങനെ രണ്ടാത്മാവ് വേണ്ട എന്ന് ചിന്തിച്ചുകൊണ്ട് അതിശക്തമായ ആക്രമണം ഈ മാനിക്കേനിസ്റ്റുകൾക്ക് നേരെ അഴിച്ചു വിട്ടു. കാരണം ഇവരെ സംബന്ധിച്ച് ഇത് ബ്ലാസ്ഫമിയാണ്. കാരണം മുഹമ്മദിൻ്റെ സാധനം മറ്റൊരാൾ എടുക്കുന്നു. ഇനി അള്ളാഹുവിൻ്റെ സാധനം എടുത്താൽ പോലും അത്രയും പ്രശ്നം വരത്തില്ല. ഇത് വലിയ ബ്ലാസ്ഫമിയാണ്. അങ്ങനെ ബ്ലാസ്ഫമി കുറ്റം ചുമത്തി അതിക്രൂരമായിട്ട് അവരെ കൊല്ലുകയും ആക്രമിക്കുകയും ചെയ്ത് അവർ പലരും കടൽ വഴിയൊക്കെ ആയിട്ട് യാത്ര ചെയ്ത് ഇന്ത്യയിൽ കേരളത്തിലേക്ക് എത്തി. ചിലർ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായി. ഇതാണ് മാനിക്കേനിസ്റ്റുകളുടെ അവസ്ഥയെങ്കിൽ ഈ ആ രാജ്യത്ത് നിലനിന്നിരുന്ന മതത്തെ പാടെ തുടച്ചു മാറ്റി, പാടെ തകർത്തുകൊണ്ട് അവിടെ കൃത്യമായിട്ട് ഇസ്ലാം അധിനിവേശം ഉറപ്പിച്ചു. ഇതാണ് അധിനിവേശത്തിൻ്റെ ഒരു വലിയ ചരിത്രം. അല്ലെങ്കിൽ ഈ ചിന്ത കേൾക്കുന്ന ആളുകൾ പറയുക, എവിടെയാണ് ഇസ്ലാം ഈ അധിനിവേശം ഉറപ്പിക്കാതിരുന്നത്? ഇതിനെ അധിനിവേശം അല്ലെങ്കിൽ എന്താണ് പറയുക? ഇതും ബ്രിട്ടൻ നടത്തിയതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ഇതെങ്ങനെയാണ് മഹത്വവൽക്കരിക്കുന്നത്? 1000 ആണ്ടുകളോളം ലോകത്തെ ഈ നിലയിൽ കൺട്രോൾ ചെയ്ത ഒരു മതമാണ് വാസ്തവത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതിൽ നല്ല ഭരണാധികാരികളൊക്കെ ഉണ്ട്. അബ്ബാസിയ കാലഘട്ടം, ഏതാണ്ട് 150 കൊല്ലം അബ്ബാസിഡുകൾ
നല്ല രീതിയിൽ ശാസ്ത്രത്തിനും ഗവേഷണത്തിനുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാജ്യത്ത് ഭരിച്ചിട്ടുമൊക്കെ ഉണ്ട്. ഞാൻ ഏകപക്ഷീയമായി ആ വിമർശനത്തിലേക്കൊന്നും പോകുന്ന ഒരാളല്ല. പക്ഷെ മറുവശം പറഞ്ഞാൽ ഈ അധിനിവേശമൊന്നും പ്രശ്നമില്ല. മറിച്ച് ഈ ലോകത്തിൻ്റെ പലയിടങ്ങളിൽ എല്ലാവരാലും ആക്രമിക്കപ്പെട്ട യഹൂദൻ അവരുടെ വാസസ്ഥലം പഴയ വാസസ്ഥലത്തേക്ക് തിരിച്ചു ചെന്നത്, അവിടെ തിരിച്ചു ചെന്നത് ഇങ്ങനെ പിടിച്ചിങ്ങി എടുക്കുകയല്ല, ഭൂമി വില കൊടുത്തു വാങ്ങുകയാണ്. അത് കാണേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പലപ്പോഴും പാറമട ലോബി എന്ന് പറഞ്ഞ് ഈ പാറമടക്കാരനെ ആക്ഷേപിക്കും. പക്ഷേ ഇയാളിത് വെറുതെ വന്ന് മേടിച്ചല്ല. അവിടെ പരിസരത്ത് വാർത്ത ആളുകൾക്കെല്ലാം അർഹിച്ചതിലധികം വില കൊടുത്ത്, കൈക്കൂലി സകല ഉദ്യോഗസ്ഥന്മാർക്കും കൊടുത്ത്, മൈനിങ് ആൻഡ് ജിയോളജിക്കാരന് മാസാമാസം കാശ് കൊടുത്ത്, അവിടുത്തെ വേണ്ടപ്പെട്ടവരെല്ലാം ചെന്ന് രഹസ്യവും പരസ്യവുമായിട്ട് കണ്ട് ഇങ്ങനെയൊക്കെയാണ് മാസാമാസം ഇവർക്ക് ഈ മൈനിങ് ആൻഡ് ജിയോളജിയിലെ സാറന്മാർക്ക് കാശ് എത്തിക്കാൻ വേണ്ടി ചില ഏജൻസികളെ തന്നെ വെച്ചിട്ടുണ്ട്. നേരിട്ട് കൈക്കൂലി മേടിക്കുന്നത് അശുദ്ധമാണല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സംവിധാനം നമ്മുടെ രാജ്യത്ത് ഇന്ന് പ്രവർത്തിക്കുന്ന പോലെ തന്നെ ഇസ്രയേൽ അവിടെ ചെന്ന് ഈ സ്ഥലം പണം കൊടുത്തു വാങ്ങുകയാണ്. തങ്ങൾ വിറ്റഴിക്കുന്ന ഈ ഭൂമിയുടെ വില അറിയാതെ അവിടുത്തെ പാലസ്തീനികൾ, അന്നത്തെ തദ്ദേശവാസികൾ, ഇവിടെ അധീനപ്പെടുത്തിയ അവിടുത്തെ അറബ് മുസ്ലിങ്ങൾ അവരിത് വിറ്റതാണ്. അവരെല്ലാം മുസ്ലിങ്ങളുമല്ല. അവിടെ ധാരാളം ആളുകൾ മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്, അറബ്സ് ഒത്തിരിയുണ്ട്. ഇവരെല്ലാം അവരുടെ സ്ഥലം വില കൊടുത്ത് വാങ്ങി. ഇപ്പോൾ വിറ്റഴിക്കുന്ന പാറമഴയുടെ പരിസരത്തെ സ്ഥലം വെറും പാറക്കെട്ടുകളൊക്കെയാണ്. ഇത് ഒരു 10,000 രൂപ സെൻറ്റിന് കിട്ടുന്നതല്ല. ഇതിന് 2-3 ലക്ഷം ഉറുപ്പിക കൊടുത്ത് ഇവരെ മാറ്റി ഒഴിവാക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇയാൾക്ക് ഇതിൻ്റെ ബിസിനസ് നടക്കില്ല. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം പിന്നെ മാസങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കും. എന്നതുപോലെ ഇസ്രയേൽ അവിടെ ചെന്നു. യാതൊരു ഒന്നിനും കൊള്ളാത്ത ഭൂമി, മരുഭൂമിയാണത്. ആ സ്ഥലം അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട്, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അത് പുനർനിർമ്മിച്ച് ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ചതാണ്. അപ്പോൾ ഭൂമിക്ക് ഇന്ന് വന്ന ആ മാറ്റവും ആ രാഷ്ട്രം നേടിയെടുത്ത അഭിവൃദ്ധിയും കണ്ടപ്പോഴാണ് മറ്റ് രാഷ്ട്രങ്ങൾക്ക് അവരോട് അസൂയയും അസംതൃപ്തിയൊക്കെ തോന്നിയത്. ഇനി രസകരമായ കാര്യം, നമ്മൾ ഈ തെമ്മാടി രാഷ്ട്രം എന്ന് മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ആ സ്ഥലത്തേക്കാണ് കൃഷിമന്ത്രി പി പ്രസാദ് പോയിട്ട് വന്നത് കൃഷിയെക്കുറിച്ച് പഠിക്കാൻ. പോയിട്ട് വന്നിട്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. CPI ഭരിക്കുന്നൊരു വകുപ്പല്ലേ, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പാവനാസമ്പന്നം അതൊക്കെ കണ്ടിട്ട് പോരാം എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, നമ്മുടെ രാജ്യം കടന്നു പോകുന്ന, നമ്മുടെ നാട് കടന്നു പോകുന്ന ഒരു മെല്ലെപ്പോക്ക് നയമുണ്ട്. അവിടെ ഈ ഹൈടെക് കൃഷിയും ഈ സംവിധാനമൊന്നും പെട്ടെന്ന് കൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നല്ല. KM മാണി പണ്ടിതൊക്കെ വെതറ്റിക്കൊണ്ടുവന്നൊരു സാധനമാണ്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമൊന്നും അത്ര എളുപ്പത്തിലല്ലേ. നമ്മുടെ പരിസ്ഥിതിയൊന്നും അതിന് പറ്റിയതല്ല. കാലാവസ്ഥയല്ല പറഞ്ഞോട്ടെ, പൊളിറ്റിക്കൽ പരിസ്ഥിതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നത്, നമ്മൾ മറ്റൊരു കാര്യം കൂടി കാണാതിരുന്നുകൂടാ. ഇന്ത്യ നേരിടുന്ന വലിയൊരു വിപത്തായിരുന്നു പാകിസ്ഥാന് ജയ് വിളിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളൊരു സത്യം. അപ്പോൾ പാകിസ്ഥാൻ്റെ നേരിട്ട് ജയ് വിളിക്കാൻ കഴിയാത്തതിന് പെട്ടെന്ന് ഈ മനുഷ്യസ്നേഹികളായിട്ടങ്ങ് മാറിയിട്ട് ആൾ പറയും യുദ്ധം എങ്ങും നടക്കരുത്, യുദ്ധം എല്ലാം കൊണ്ടും പ്രശ്നമാണ്. ഇതിനകത്തൊന്നും ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. നമ്മളെ കണ്ടെന്ന ഒരു യുദ്ധം നടത്തിയേക്കാം എന്നോട് നേരെ പോയിട്ട് ഒരു ദിവസം രാവിലെ പാകിസ്ഥാനെ അടിച്ചല്ല. നോക്കണം, ഒളിഞ്ഞും തെളിഞ്ഞും അതിര് മാന്തി നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി വരുന്ന ഈ ആളുകളെ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് ഭരണകൂട ആവശ്യകതയാണ് ഇത്തരം ശക്തികളെ തുരത്തുക. ലോകത്തൊരു മാന്യതയില്ലാത്തൊരു രാജ്യം, ലോകത്ത് ഏറ്റവും പട്ടാളം ഭരിക്കുന്നൊരു രാജ്യം, പട്ടാള ഭരണാധികാരികൾ ഭരിച്ച് മുടിപ്പിച്ചൊരു രാജ്യം, അവിടെ ഇരുന്നു കൊണ്ട് ഇന്ത്യ പോലൊരു രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ മറ്റ് രാഷ്ട്രങ്ങൾക്ക് കൂട്ടുനിൽക്കുമ്പോൾ അത് ചെറുക്കണം. അത് സ്വാഭാവികമാണ്. ഇതിനെ അങ്ങനെ കാണാതെ ഈ മനസ്സുകൊണ്ട് പാകിസ്ഥാനികളെ സപ്പോർട്ട് ചെയ്ത് അപ്പോൾ മനുഷ്യാവകാശം പറയുന്ന, ഇരവാദം പറയുന്ന ഇത്തരം ആളുകൾ നോക്കണേ. അപ്പോൾ അവിടെയാണ് എൻ്റെ ചോദ്യം. ഇന്ത്യയുടെ ആപത്ഘട്ടത്തിൽ സഹായിച്ചൊരു രാജ്യമാണ് ഇസ്രയേൽ, ഇന്നും സഹായിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ. അപ്പോൾ ആ രാജ്യത്തെ ഇങ്ങനെ കണ്ട് ഒറ്റപ്പെടുത്തി അവർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും കാണാതിരിക്കുക, വെറുതെ ഇരുന്നവരെ യോം കിപ്പൂർ ദിനത്തിൽ പോയിട്ട് ആക്രമിക്കുക, അവിടെ മുതലാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അത് ഉറപ്പിച്ച യുദ്ധത്തിന് പോകാവൂ. കൃത്യമായ പദ്ധതിയിലൂടെ അവർ യുദ്ധം ചെയ്യുള്ളൂ. അവർ പ്രതീക്ഷിച്ച തിരിച്ചടിയാണ് നമ്മൾ ലാസ്റ്റ് ടെൽ-അവീവിൽ കണ്ടത്. അതെന്തിനാണ് അവരെ അനുവദിച്ചതെന്നൊക്കെ നമുക്ക് അല്പം കഴിഞ്ഞ് അവരുടെ ഇതിനോടുള്ള സമീപനം കാണുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ കാര്യകാരണങ്ങൾ. ഏതായാലും ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ മജൗസികൾ അല്ലെങ്കിൽ പേർഷ്യക്കാരെന്ന് വിളിച്ചിരുന്ന ഒരു മതത്തിൻ്റെ ആധിപത്യത്തിന് കീഴിൽ കിടന്ന രാഷ്ട്രത്തെയാണ് പിൽക്കാലഘട്ടത്തിൽ ഇതുപോലെ അധീശപ്പെടുത്തി സ്വന്തമാക്കി ഇത്തിരി ആദ്യം സുന്നികളും പിന്നീട് ഷിയാകളും ഒക്കെ ആയിട്ട് വരികയും ഒടുക്കം ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച്, ഈ ഷാ ഭരണകൂടം ഏതാണ്ട് ജനാധിപത്യപരമായി വന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല. അവിടെ ജനാധിപത്യയുടെ പേരിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. ഈ രാജ്യങ്ങളിലൊക്കെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വെറും റഫറൻഡമാണ്. അല്ലെങ്കിൽ പറയട്ടെ, ജനാധിപത്യപരമായി മാന്യമായി ഒരു ഭരണാധികാരിയെ തിരഞ്ഞെടുത്ത ഏത് ഇസ്ലാമിക രാജ്യമാണുള്ളത്? അങ്ങനെയൊന്നുമില്ല. ഈ രാജ്യങ്ങളിലൊന്നും തിരഞ്ഞെടുപ്പ് മാന്യമല്ല. തിരഞ്ഞെടുപ്പ്
തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് പട്ടാളം കൺട്രോൾ ചെയ്യുകയോ മതം കൺട്രോൾ ചെയ്യുകയോ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഇവിടെയാണ് ഒരു വസ്തുത കൂടി. മാന്യമായി പോകുന്ന രാജ്യങ്ങളുണ്ട്, തിരഞ്ഞെടുപ്പില്ലെങ്കിലും രാജഭരണത്തിന് കീഴിലും നന്നായിട്ട് പോകുന്ന ജനക്ഷേമ തൽപരരായ രാജാക്കന്മാരുള്ള ഇസ്ലാമിക രാജ്യമുണ്ട്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. UAE പോലുള്ള രാജ്യമുണ്ട്, സൗദി അറേബ്യ ഉണ്ട്. അതൊക്കെ അവരുടെ ക്ഷേമം നോക്കി തന്നെയാണ് ആ രാഷ്ട്രങ്ങൾ പോകുന്നത്. ബഹ്റിനുണ്ട്. ഇതെല്ലാം നന്നായിട്ട് പോകുന്ന രാജ്യങ്ങളാണ്. അവർക്ക് മറ്റ് ആളുകളുടെ ആഭ്യന്തര കാര്യത്തിലൊന്നും താല്പര്യമില്ല. ഇതിനിടയിൽ ഒരു കാര്യം കൂടി, ഈ ഇറാൻ പോലൊരു രാജ്യത്തെ ഇനി സഹായിക്കാൻ പോലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് കഴിയില്ല. അത് വളരെ വിദഗ്ധമായിട്ട് ഈ ഇസ്രയേൽ ഓപ്പറേറ്റ് ചെയ്ത ഒരു തന്ത്രത്തിൽ ഈ മറ്റ് രാജ്യങ്ങൾ വീണു. എബ്രഹാമിക് അക്കോർഡ് എന്ന പേരിൽ നമ്മൾ എന്തിനായി തമ്മിലടിക്കുന്നത്? നമ്മളെല്ലാം അബ്രഹാമിൻ്റെ ഡെഫനിഷനുള്ള വിശ്വാസധാര പുൽകുന്നവരോ ആ രക്തത്തിൽ പിറന്നവരോ ഒക്കെ അല്ലേ, നമ്മൾ സഹോദരങ്ങളല്ലേ എന്ന ഒരു രീതിയിൽ പുതിയൊരു ചിന്ത നെതന്യാഹു കൊണ്ടുവരികയാണ്. അതിൽ പെട്ടുപോയിട്ട് ഈ രാജ്യങ്ങളെല്ലാം ചേർന്ന് ഒരു പ്രത്യേക ആഭ്യന്തര ബന്ധം, അല്ലെങ്കിൽ അതിന് പറയാൻ പറ്റിയ പേരെന്താണ്, നല്ലൊരു നയതന്ത്ര ബന്ധം ഈ രാജ്യങ്ങളെല്ലാം തമ്മിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇറാൻ ഇതിനകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ഇറാനെ ചേർക്കാൻ പറ്റില്ല, അത് ഷിയ രാജ്യമാണ്. ഇറാൻ ഈ രാജ്യങ്ങൾക്കെല്ലാം ഭീഷണിയാണ്. അപ്പോൾ ഇന്ന് ലോകത്തിലെ ഭീകര രാജ്യങ്ങളുടെ പട്ടികയിലെടുത്താൽ അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു രാജ്യം പാകിസ്ഥാനും പിന്നെ ഇറാനുമാണ്. ഇപ്പോൾ ഈ രാജ്യങ്ങളോട് സമരസപ്പെട്ട് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും പോകാൻ പറ്റില്ല. കാരണം ഈ രാജ്യങ്ങളെ പിന്തുണച്ച ആളുകൾക്കും ഇവിടെ രൂപപ്പെട്ട സ്ഥിതിവിശേഷങ്ങൾക്കും പിന്നെ എന്ത് വില കൊടുക്കേണ്ടി വന്നു എന്ന് നമ്മൾ സദ്ദാമിൻ്റെയൊക്കെ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. ഇപ്പോൾ ഏറെ കൊട്ടിഘോഷിക്കുന്ന യാസർ അറാഫാത്ത് ഉണ്ടല്ലോ, മനുഷ്യസ്നേഹി എന്നും ഒക്കെ വിളിക്കുന്ന ആളുകൾ, ഈ ചർച്ചകളൊക്കെ വരുന്ന ആളുകൾ ഈ സദ്ദാം ഹുസൈൻ എന്ന ക്രൂരനെ, ഇത്രയും വലിയ ആളുകളെ കുർദുകളെ കൂട്ടക്കൊല ചെയ്യാൻ രാസായുധം പ്രയോഗിച്ച മനുഷ്യനെ ഇങ്ങനെ വാഴ്ത്തി പുകഴ്ത്തുന്ന അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിന് തൂക്കുമരം വിധിച്ച ഘട്ടത്തിൽ, തൂക്കിക്കൊല്ലുന്ന ഘട്ടത്തിൽ കോടതികളെ വിമർശിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവിടുത്തെ കോടതികളെല്ലാം തന്നെ ഈ രാജ്യത്ത് ഏതെങ്കിലും മാന്യമായി പ്രവർത്തിക്കുന്ന ഒരു കോടതി പറയാമോ? ഈ രാജ്യങ്ങളിൽ എവിടെയാണ് ഏകാധിപതികൾ ഒരിക്കടത്ത് മാന്യമായി പോയൊരു കോടതി? ഇതെല്ലാം കങ്കാരു കോടതികളാണ്, അവിടെ ഇടുന്ന വിധികളാണ്. അതിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അന്നാന്ന് എനിക്ക് തോന്നി ഈ ബിനോയ് വിശ്വം കണ്ട് കവിത എഴുതി. ബിനോയ് വിശ്വം കവിത എഴുതി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് തമാശയാണ് തോന്നിയത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനെ വായിച്ചതായിട്ട് തോന്നുന്നു, കവിത പോലെ എന്തോ ഒരു സാധനം. എനിവേ ഞാൻ നീട്ടണില്ല. ഈ പ്രിയപ്പെട്ടവരെ, ഈ അധിനിവേശം ഇങ്ങനെയൊക്കെ നടത്തി ഇസ്രയേലിനെ ശിഥിലമാക്കാൻ ഇറാൻ ശ്രമിക്കും തോറും അവർ കരുത്തരാകുകയുള്ളൂ. അതിൻ്റെ കാര്യകാരണങ്ങൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഏതായാലും സശ്രദ്ധം ഇത് ശ്രദ്ധിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.